അത്യാവശ്യം വേണ്ടത് ബ്രിഗേഷിന്റെ കൂടെ പോയി വാങ്ങിക്കാം കേട്ടാ. ഇന്നലെ തിരക്കിന്റെ ഇടയിൽ അടുത്ത കാര്യം പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? ഇന്ന് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട്. ഉമ്മക്കില്ലേ ഇന്ന് അങ്ങോട്ട് പോവാം. എനിക്ക് വേണം. ഓള് കഴുത്തിലും കാതിലും ഒന്നും ഇല്ലാണ്ട് എങ്ങനെയൊന്ന് പുറത്തേക്ക് പോവാ? നീ എന്റെ ചെയിന് ഒരു ഓക്ക് കൊടുത്താളി. അത് വേണം അമ്മ. വേണം. ഓളെ സ്വർണ്ണം എല്ലാം പൊരയില് വച്ചിട്ടല്ലേ വന്നിക്കുണ്ടാവുക. അതുകൊണ്ട് നീ അത് ഒരു ഓക്ക് കൊടുത്താളി. അതിന് പണക്കന്മാരെ അതെടുത്ത് വരുമ്പോഴേക്ക് കുറെ കാലാവൂലേ? അതൊന്നുമില്ല. ഓ, അതുകൊണ്ട് നീ ഇപ്പൊ ആ ചെയിന് ഒരു ഓക്ക് കൊടുത്താളി. എടുത്തി എന്നാ മാല. வேணாம், நீங்களே வச்சுக்கோங்க, நான் அது போட மாட்டேன். അയ്യോ, അല്ലാണ്ട് കൊടുക്കാൻ മടിച്ചിട്ടല്ല. പോയേ പാട്. എന്നാലും നമ്മളെ സെക്രട്ടറി വനിജ ഓൾ ഉഷാർ തന്നെയാട്ടാ. ഓളൊരാണെന്നെയാ. ഓള് ഒറ്റയ്ക്കെന്നെല്ലാം ചെയ്യിപ്പിച്ചില്ലടോ. നമ്മുടെ ബ്രിഗേഷിന് എങ്ങനെ ഇത്ര സുന്ദരിയായ ഒരു പെണ്ണിനെ കിട്ടിയേ? നമ്മുടെ കോളനിയിൽ ഏറ്റവും സുന്ദരി നമ്മുടെ ജിഷയല്ലേനോ? എല്ലാരും പറയുന്നുണ്ട് ഓളെ ബേക്കൊന്ന് കാണണം. എന്റെ അമ്മോ, അതല്ല ഓളെ മുടിയേ മുടി. നമ്മുടെ നാട്ടിൽ എത്ര ആമ്പിള്ളേരുണ്ടെന്നാ. സർക്കാർ ഉദ്യോഗയിലായിട്ട് പെണ്ണിട്ടാണ്ട് നമ്മളെ ചേക്കന് കിട്ടിയ പെണ്ണെന്ത് ചന്ത അല്ലേ ജിഷേ? എനിക്കറിയില്ല. ഇതിപ്പോ കൊടുവത്തി എനിക്ക് ആപ്പത്തി കിട്ടിയ വിലയായി പോയി. ഉറക്കൊക്കെ എങ്ങനെ ഉണ്ടേനു? ഓള് പറഞ്ഞത് എനിക്ക് തിരിഞ്ഞിക്ക. ചേച്ചിക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവും കേട്ടാ. ഓ, അല്ല കവിത, ഇങ്ങനെ ഒരു പെണ്ണുണ്ടായിട്ട് അതിന്റെ ആങ്ങളെ ലോകം മുഴുവൻ പെണ്ണ് കാണാൻ പോയെ. എത്ര പൈസ അവൻ കൊടുക്ക് കൊണ്ടുപോയി കളഞ്ഞേ. അതന്നെ അതന്നെ. ബബിതേ, ആടെ കുത്തി തിരിഞ്ഞ് കട്ടിങ് പോരി. അയാള് പോന്നെ. ബൈ. ഇതെന്താ ഇത് കൊട്ടിക്കില്ലേ? അത് നമ്മള് പറഞ്ഞ് ബ്രിഗേഷിന് പിടിച്ചേക്കില്ല. നമുക്ക് അത്ര രസം ഉണ്ടാവില്ലേ നോക്കാലോ. ചേച്ചി ഇതിനെത്രയാ? ഇതിന് 998. ഇത് മുന്താണിയാണ്. ഇതിന് ബ്ലൗസ് പീസ്. നമ്മളെ ആൾക്കാരാ നല്ല നോക്കി കൊടുക്കണേ. ഇതിലേതാടാ നല്ലതല്ലാത്തത്? എന്തിനു ചേച്ചി ആ പിങ്ക് ഒന്ന് എടുക്കോ? മുളക് അല്ല. ഒന്ന് അപ്പുറത്തേക്ക് വന്നേ. ചേച്ചി ഒരു മിനിറ്റ്. ഓക്കെ, ഡിസ്കൗണ്ട് ആക്കിക്കണേ. ഇതെന്തെല്ലാം വെള്ള കളർ എടുത്തു വെച്ചേ? எனக்கு இதுதான் பிடிக்கும். അത് പറ്റൂല. പൈസയും കൊടുത്ത് എല്ലാം വെള്ള കളർ എടുത്തൊക്കെ നിങ്ങൾക്ക് പ്രാന്തുണ്ടാ? எனக்கு இது போதும். അതെങ്കിൽ അത്. ചേച്ചി ഇതിന് പറ്റിയൊരു സ്കേർട്ട് എടുത്തേ. റെഗുലർ പോരെ? ആ മതി. ചേച്ചി ആ ബ്രായും കൂടി എടുത്തോട്ടാ. ഏതാ സൈസ് വേണ്ടത്? தெரியாது. പാഡ് ഉള്ളത് വേണം. ഇതൊന്ന് നോക്കിയേ. ചേച്ചി 32 മതിയോ? എടുത്തി തമിഴാ. எதுக்கு இதெல்லாம்? இதெல்லாம் எனக்கு வேணாம். അതെന്തെങ്കിലൊന്നും കാണാത്ത പോലെ ചോദിക്കുന്നു. எங்க ஊர்ல வேற மாதிரி சேலை கட்டும். ഇത് കൊല്ലം 2022 ഷഡ്ഡിമേലും റേസർമേലും ഓരോ കമ്പനി എന്തെല്ലാം പരീക്ഷണങ്ങളാണ് നടത്തുന്നത്. നിങ്ങൾ ഇപ്പോഴും ചേല പറ്റലാ? വാ ചേച്ചി അതിലൊന്നും എടുത്തു വെച്ചേ. തമിഴ്നാട്ടിലെ ഏതോ കുഗ്രാമത്തിലെ നിങ്ങളെ വീട്. എന്തൊക്കെ ആചാരങ്ങളല്ലേ. ഇതിലോക്കിടാ. എടുത്തി എന്ത് പറ്റിയേ? அதெல்லாம் நான் சாப்பிட்றதில்ல. അത്രയുള്ളോ? എന്നാ ഏട്ടന് കുറെ പൈസ ലാഭിക്കാലോ. എന്താ ഓള് ചിക്കൻ നിന്നാത്ത കാര്യം എനിക്ക് അറിഞ്ഞൂടാനോ? അതിന് ഞാളെ ഒരുമിച്ച് ചിക്കൻ കഴിച്ചിട്ടില്ലല്ലോ. 1.5 കൊല്ലം കോയമ്പത്തൂർ ഞങ്ങളോട് ഒരുമിച്ചാണ് പറഞ്ഞേ. അതിന് 6-7 മാസമല്ലേ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിട്ടുള്ളൂ. എൻ്റെ അളിയാ. ബാക്കിയൊക്കെ വാട്സാപ്പിനകത്തുള്ള കളിയല്ലായിരുന്നു. വാട്സാപ്പിൽ എന്ത് കളി? ഉള്ളി കച്ചവടം. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. സാപ്പിടുങ്ങ. മതവേട്ട്
നിങ്ങളെവിടെ അങ്ങ് തീവണ്ടി ഓടിച്ചോണ്ട് പോന്ന്? ഓഹോ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തേടി പോന്നേരിക്കും അല്ലേ? അല്ല ഉച്ചപ്പെട്ടൻ ലോട്ടറി അടിച്ചെന്ന് കേട്ടിക്ക് ഈ അഞ്ചെണ്ണത്തിന്റെ കെട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ജന്മം കിട്ടൂലേ മാധവേട്ടാ? പെങ്ങന്മാരിങ്ങനെ ഉപ്പിലിട്ട് വെച്ചങ്ങള് കളക്ടർ വരി പൊക്കട്ടെ. സമാധാനായില്ലേ? എല്ലാരും അടി ഉണ്ടാക്കിയിട്ടുണ്ട്. അളിയന്റെ പേര് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇങ്ങളെന്തൊന്നും മിണ്ടാത്തെ? ഓരോ വീട്ടിൽ സ്ഥലമില്ലായിട്ടുള്ള അവരോട് വന്ന് നിൽക്കുന്നത്. എന്നെ അടുക്കുന്ന മാറിയൊക്കെ മടിയായിട്ടാ. എന്നെ കൊണ്ടുപോലെ എത്രയും കാലം നോക്കിയേ. ആട്ടി പായിച്ചപ്പോ ഇവിടെ ഇറങ്ങി പോകുമ്പോ നിങ്ങൾക്കൊന്ന് വിളിച്ചുവിടേനോ? ഞാനാണ് മോളെ വിളിക്കേണ്ടത്. കോലായി നിന്റെ അച്ഛനൊരുത്തൻ ഇവിടെ ആണായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ചോദിച്ചു നോക്കാതിരിക്കുന്നോളോട് രാവിലെ വിളിച്ചോണ്ടിട്ട് എന്താ ഓതി കൊടുത്തേന്ന്. മതി അളിയാ, നിർത്ത്. എന്തെന്നാ ഇത്? എപ്പെങ്ങാൻ തുടങ്ങിക്ക്? ഓൻ കുടിക്കട്ടടാ, ഓൻ വിഷമം ഉണ്ടാവൂലേ? ആ കുടിപ്പിക്ക്. ഓസിന് കുറേ കിട്ടുന്നതല്ലേ? ബ്രിഗേഡിന്റെ കുറേ വാങ്ങി നക്കിക്ക്. ഇനി കുറേ അളിയന്നെ വാങ്ങി നക്ക്. എന്ത് നക്കിലാണ് ഇഞ്ഞി പറയുന്നേ? ഓന് പെണ്ണ് കാട്ടി കൊടുത്തത് കൂലി മേടിച്ചെന്നല്ലാതെ എന്ത് നക്കുന്ന ഇഞ്ഞി പറയുന്നേ? ആ ബ്രിഗേഡ് ആ പുഴക്കരേന്ന് അടിക്കുന്നു. മന്ദ നല്ല ഒഴിച്ചു കൊടുക്കുന്നുണ്ടാവും. അല്ല അളിയ, എനക്കറിയായിട്ട് ചോദിക്കാം. നിങ്ങൾ എവിടുന്ന് ഓനാടുന്ന് കുടിച്ച് മേടിക്കുക? എന്തെന്ന് അതിന് മാത്രം പ്രശ്നം? അല്ല പിന്നെ ഓന്റെ കാര്യം ഞാൻ അധികം കൂടുതലടാ ഇവിടെ. നന്ദിയില്ലാത്ത നാറിയവൻ. കിടക്കുന്നത് പോലും കിടക്കുന്നത്. ഞാനാണല്ലോ അവിടെ പോയപ്പോ ഓന്റെ കുഴപ്പം നാട്ടിൽ അറിഞ്ഞല്ലേ? അഴിയണു പ്രാക്കുട്ട എന്നോടാണ് ഇറങ്ങി പോകാൻ പറഞ്ഞിക്കടാ. അഴിയണ്ടി കുഞ്ഞാവോടാ. ആശ്രമം തട്ടിക്കൊണ്ടത് പെണ്ണിനെ പോലെ പാർപ്പിച്ചിരിക്കുന്നത് ഒരു ഭാര്യ കുത്തല്ല. പാർട്ടിക്കാരെ തൂക്കിയെടുത്ത് കൊണ്ടുപോകണോനാ. അത് ശരി. അപ്പൊ ആശ്രമത്തിന് പൊക്കിക്കൊണ്ടുവന്ന പെണ്ണാന്ന് ഓൻ കൂടെ പാർപ്പിച്ചതല്ലേ? അളിയെ ഇവിടെ നടിച്ചോണ്ടിരിക്കും. ഞാൻ ഇപ്പൊ വരാം. എന്ത് നാളെയാ ചൂടും പുറത്ത് ഓരോന്ന് വിളിച്ചു പറയാം. നിങ്ങൾ മരിച്ച ചാവിനിരിക്കണ്ടാണ് അപ്ലിക്കേഷൻ. അത് മറന്നോണ്ട. ഓട്ടല്ലേ